എറണാകുളം ജില്ലയിൽ വരാപ്പുഴ അതിരൂപതയിലെ ചാത്യാത്ത് മൗണ്ട് കാർമൽ ഇടവകാംഗമായ പള്ളിപ്പറമ്പിൽ ജോർജ് ജോൺ എന്ന ജോയി ചേട്ടന്റെ ജീവിതം ബാല്യകാലം മുതൽക്കേ തന്നെ ദൈവമാതാവിന് സമർപ്പിക്കപ്പെട്ടതാണ്. ദൈവഭക്തരായ മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ മരിയ ഭക്തി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരുന്നു. തന്നെ എപ്പോഴും കൈപിടിച്ച് നടത്തുന്ന ആ നല്ല അമ്മയോടുള്ള സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചത് വ്യത്യസ്തമായ രീതിയിലൂടെ ആയിരുന്നു. പരിശുദ്ധ കന്യകാമാതാവിന്റെ ജനനം മുതൽ സ്വർഗാരോപിതയായി മുടിധരിപ്പിക്കപ്പെടുന്നതുവരെയുള്ള വ്യത്യസ്തവും അപൂർവങ്ങളുമായ നിരവധി ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭവനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മയിലൂടെ നടന്നു നീങ്ങിയ തൻ്റെ ഈ ജീവിതം അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നു. എറണാകുളം ജില്ലയിൽ പച്ചാളം സ്വദേശിയാണ് ഞാൻ. ഞങ്ങൾ 8 മക്കളാണ്. അതിൽ 3 പേര് സിസ്റ്റേഴ്സാണ്. എൻ്റെ മാതാപിതാക്കന്മാർ മാതൃഭക്തരായിരുന്നു. അവരിൽ നിന്നാണ് എനിക്ക് പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ എൻ്റെ 4ാമത്തെ വയസ്സിൽ മാരകമായ രോഗം പിടിപെട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ സമയത്ത് എൻ്റെ അമ്മുമ്മ നിത്യസായ മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പൂമാലയിട്ട് ആ നിമിഷം ഞാൻ അമ്മയെന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയും അതുവഴി മറ്റുള്ള നേഴ്സുമാർ ഡോക്ടർമാർ എൻ്റെ അടുക്കൽ വന്ന് രണ്ടാമത് അവർ ഓക്സിജൻ നൽകുകയും ചെയ്തു. ആ സമയത്ത് ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ കൂടുതൽ അടുക്കാനും അമ്മയിലേക്ക് കൂടുതൽ അടുക്കാനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചു. ചാത്യാത്ത് മൗണ്ട് കാർമൽ ദേവാലയം വരാപ്പുഴ അതിരൂപതയിലെ പുരാതനമായ ഒരു ദേവാലയമാണ്. കർമ്മലീത്ത മിഷണറിമാരാൽ സ്ഥാപിതമായിട്ടുള്ള ദേവാലയം. പരിശുദ്ധ അമ്മയോട് ഈ ഇടവകാംഗങ്ങൾക്കുള്ള ഭക്തിയും സ്നേഹവും അനിതര സാധാരണമാണ്. ഈ ഇടവകാംഗമായ പള്ളിപ്പറമ്പിൽ ജോർജ് ജോൺ പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ ഭക്തിയിൽ അനുദിനം വളരുകയും ആ ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ അമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. വേദനയുടെയും പ്രയാസങ്ങളുടെയും നിമിഷങ്ങളിലൊക്കെ ആശ്വാസമായിട്ട് കടന്നു വരുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ ഭക്തി പ്രചരിപ്പിക്കുക എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഏതാണ്ട് 200ഓളം വരുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങൾ സ്വരൂപിക്കാനും അതിലൂടെ മാതൃഭക്തി വളർത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. തൻ്റെ ജീവിത പ്രതിസന്ധികളിൽ തുണയായി കടന്നുവന്ന പരിശുദ്ധ മറിയത്തോടുള്ള സ്നേഹപ്രകടനമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ചിത്രശേഖരം. പരിശുദ്ധ അമ്മ തനിക്കു നൽകിയ ഈ ഭവനത്തെ അമ്മയ്ക്ക് തന്നെ സമർപ്പിക്കുകയാണ് ഇതുവഴി അദ്ദേഹം ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് വഴി നയിച്ച അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നു.
എൻ്റെ ഭവനത്തിൽ ഞാൻ 200ഓളം മാതാവിൻ്റെ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കാരണം എൻ്റെ ഭവനം സ്ഥിതി ചെയ്യുന്നത് റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്താണ്. റെയിൽവേയുടെ വീട് പണിയുന്നതിന് വേണ്ടി സാങ്ഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടേറിയ ആ സമയത്ത് ഏകദേശം 30 മീറ്ററോളം വേണം എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞപ്പോൾ സാങ്ഷൻ കിട്ടുക വളരെ പ്രയാസകരമാണ് എന്നവർ എന്നോട് പറഞ്ഞ് ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വല്ലാർപാടത്ത് പോയിരുന്ന് ജപമാല ചൊല്ലി വിശുദ്ധ കുർബാനയിൽ ഞാൻ സമർപ്പിച്ച് ആ നിമിഷം 3-ാം ദിവസം എനിക്ക് പരിശുദ്ധമ്മ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇന്ന് രാവിലെ 10 മണിക്ക് നിനക്ക് പ്ലാൻ പാസ്സായി കിട്ടുമെന്ന്. അതുപോലെ തന്നെ കൃത്യം 10 മണിക്ക് ഫോൺ വരികയും ഞാൻ അവിടെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഓഫീസിൽ ചെന്ന് ഈ പ്ലാൻ പാസ്സായ ആ പ്ലാൻ മേടിക്കുകയും ചെയ്തു. അന്ന് മുതൽ പരിശുദ്ധ അമ്മയുടെ ആ ശക്തമായ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ ഭവനം പണിത് തന്നെ വളരെ വേഗത്തിലാണ് പരിശുദ്ധ അമ്മയാർന്ന് എൻ്റെ ഈ ഭവനത്തിൻ്റെ എഞ്ചിനീയർ. പൂർണ്ണമായും ആ ഭവനം പൂർത്തിയാക്കാനും പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചു. അതിന് നന്ദിയായിട്ടാണ് ഈ ഭവനത്തിൽ ചുറ്റും വച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതും ഉള്ള ഈ ചിത്രങ്ങൾ വച്ചിരിക്കുന്നത്. പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലെ അപൂർവങ്ങളായ പല ചിത്രങ്ങൾ ഉൾപ്പെടെ 200-ൽ പരം വർണ്ണചിത്രങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിലുള്ളത്. മാതൃഭക്തരായ വൈദികരിലൂടെയും സമർപ്പിതരിലൂടെയും കൂട്ടുകാരിലൂടെയുമാണ് ഈ ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചത്. എൻ്റെ ഭവനത്തിലെ 200ഓളം മാതാവിൻ്റെ ചിത്രങ്ങളിൽ മാതാവിൻ്റെ ജനനം മുതൽ സ്വർഗാരോപണം വരെ വിവിധ ഘട്ടങ്ങളിലുള്ള മാതാവിൻ്റെ ചരിത്രം ഉറങ്ങുന്ന പല ചിത്രങ്ങളും ഈ ഭവനത്തിൽ വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ അമ്മ അന്ന മാതാവിനെ പഠിപ്പിക്കുന്നതും 3-ാം വയസ്സിൽ ജെറൂസലേം ദേവാലയത്തിൽ സമർപ്പിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ മനസ്സമ്മതവും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതും മാതാവിൻ്റെ നിദ്രയും മാതാവിൻ്റെ സ്വർഗാരോപണവും അടങ്ങിയ വലിയൊരു ചിത്രങ്ങളും ഈ ഭവനത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എൻ്റെ ഈ ചിത്രങ്ങൾ എനിക്ക് ലഭിച്ചത് വിവിധ സ്ഥലങ്ങളിലുള്ള വൈദികരിൽ നിന്നും സിസ്റ്റേഴ്സിൽ നിന്നും അതുപോലെ തന്നെ മാതാവിനെ കൂടുതൽ ഭക്തിയുള്ള വ്യക്തികളിൽ നിന്നും എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ആണ് എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഇറ്റലിയിലുള്ള ഫാദേഴ്സ്, അതുപോലെ ജർമ്മനിയിലുള്ള സിസ്റ്റേഴ്സ്, അവരിൽ നിന്നെല്ലാം ഈ ചിത്രങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് പരിശുദ്ധ അമ്മയുടെ എൻഗേജ്മെൻറ്റ്. അത് ഇറ്റലിയിൽ നിന്ന് ഒരു ഫാദർ എനിക്ക് തന്നതാണ്. അതിൽ ഞാൻ കൂടുതൽ സന്തോഷിക്കുന്നു. കാരണം ഒരു റെയർ ആയിട്ടുള്ള ഒരു പടമാണത്, എൻഗേജ്മെൻറ്റ്. അതുപോലെ തന്നെ പല മാതാവിന് കൂടുതൽ ഭക്തിയുള്ള വ്യക്തികളിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ടായിട്ടുണ്ട്. അതുപോലെ അവർക്കും മാതാവിനോട് കൂടുതൽ സന്തോഷവും അതുപോലെ അവർക്ക് മാതാവിനോട് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം അവർക്കും പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ ആൻമേരി. ഞാൻ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സഭാ സമൂഹത്തിലെ അംഗമാണ്. എനിക്ക് ഈ ചേട്ടനുമായിട്ട് പരിചയം തുടങ്ങിയത് ഈ ചേട്ടൻ്റെ സഹോദരി, ഞങ്ങൾ ഒരേ ബാച്ചിലെ അംഗങ്ങളാണ്. ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ ഞങ്ങളുടെ അനുഭവങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ ഈ ചേട്ടനെ പറ്റി എനിക്ക് ചേട്ടൻ്റെ സഹോദരി വഴിയായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈ ലൂർദ് കോൺവെൻറ്റിൽ വന്നതിന് ശേഷം ഈ സിസ്റ്ററിൻ്റെ വീട് ഈ കോൺവെൻറ്റിനോട് അടുത്തായിരിക്കുന്നത് കൊണ്ടും പല പ്രാവശ്യം എനിക്ക് ഇവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെടുവാനും ചേട്ടൻ്റെ വീട്ടിൽ പോകുവാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനൊരു മരിയ ഭക്തനാണ് എന്നുള്ള വിവരം ഈ ചേട്ടൻ്റെ സഹോദരിയിലൂടെ എനിക്ക് അറിയാമെങ്കിൽ പോലും ഈ ചേട്ടൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ട ആ മാതാവിൻ്റെ ചിത്രങ്ങൾ എന്നെ ഒത്തിരി ആകർഷിക്കുകയും അത് ഈ ചേട്ടൻ്റെ ദൈവാനുഭവവും മരിയ ഭക്തിയും വെളിപ്പെടുത്തുന്നതും അതെനിക്കൊരു ദൈവാനുഭവമായി തീരുകയും പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ ഞാൻ ഭവനത്തിൽ ചെന്ന് കണ്ട് വീട്ടുകാരുമായി സംസാരിച്ച് ഈ മരിയ ഭക്തി ചേട്ടൻ പ്രചരിപ്പിക്കുന്നതും
ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഞാനും എനിക്ക് കിട്ടുന്ന ചില മാതാവിൻ്റെ പടങ്ങൾ ചേട്ടനുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. ചേട്ടൻ്റെ ഭവനത്തിൽ വെച്ച് കണ്ട ഈ ഫോട്ടോസുകൾ, അതായത് പല തരത്തിലുള്ള ഫോട്ടോസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത തരം മാതാവിൻ്റെ പടങ്ങളും എനിക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്താൽ തുടങ്ങിയ ഈ പ്രവൃത്തിയിലൂടെ പരിശുദ്ധ അമ്മ തന്നെയും കുടുംബത്തെയും ഏറെ അനുഗ്രഹിക്കുന്നതായും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. തങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളിൽ അമ്മ ഇടപെട്ട അനുഭവങ്ങളാണ് അപ്പനും അമ്മയും 3 മക്കളും ഉൾപ്പെട്ട ഈ കുടുംബത്തിന് പറയാനുള്ളത്. ഈ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങൾ വെച്ചതിന് ശേഷം എനിക്കും ഈ ഭവനത്തിലുള്ളവർക്കും വളരെയധികം സന്തോഷവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഭവനത്തിൽ ഈ ചിത്രങ്ങൾ സന്ദർശിക്കാൻ വന്ന പല വ്യക്തികളും അവർ വളരെ സന്തോഷത്തോടെയാണ് ഇവിടുന്ന് പോയത്. പരിശുദ്ധ അമ്മയോട് കൂടുതൽ സ്നേഹവും അടുപ്പവും അവർക്ക് കൂടുതൽ ലഭിച്ചു, അമ്മയുടെ സാന്നിധ്യം അവർ അനുഭവിച്ച് എന്ന് പല വ്യക്തികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാതാവിൻ്റെ ഒത്തിരിയേറെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വിഷമഘട്ടത്തിൽ മാതാവ് വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നിരന്തരമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകളുടെ വിവാഹം യാതൊരു തടസ്സവുമില്ലാതെ വളരെ ഭംഗിയായി നടക്കാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ മകന് MSc അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി ഒത്തിരിയേറെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുവാനായിട്ട് സാധിച്ചു. പിന്നെ എനിക്ക് അലർജിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ രോഗത്തിൽ നിന്നും എനിക്ക് വളരെയധികം ആശ്വാസം ലഭിച്ചു. ജോലി മേഖലകളിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച ആ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സഹായം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സാമ്പത്തിക മേഖലകളിൽ എനിക്ക് പ്രയാസങ്ങളുണ്ടായപ്പോൾ പലരിലൂടെയും പരിശുദ്ധ അമ്മ ഇടപെട്ട് അവിടുന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരെ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. മരണകാരണമാകുന്ന പല അപകടങ്ങളിൽ നിന്നും അമ്മ സംരക്ഷിച്ച അനുഭവങ്ങൾ ഇദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നു. ഈ ചിത്രങ്ങൾ വെച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പല അപകടങ്ങളിൽ നിന്നും, മരണത്തിന് കാരണമായേക്കാവുന്ന പല അപകടങ്ങളിൽ നിന്നും മാതാവ് സംരക്ഷിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണം, ഞാനും മകനും അങ്കമാലിയിലേക്ക് പോകുന്ന വഴിക്ക് കളമശ്ശേരി ജംഗ്ഷനിൽ വെച്ച് എന്നെ ക്രോസ് ചെയ്ത് എന്നെ പോകാൻ വേണ്ടി പെട്ടെന്ന് പാസ് ചെയ്ത് പോകാൻ വേണ്ടി ഒരു മകൻ പൾസർ ബൈക്കുമായിട്ട് വരുന്ന സമയത്ത് അവൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി എൻ്റെ സ്കൂട്ടറിനെ നടുവെ വന്ന് ഇടിക്കുകയും ഞാനും എൻ്റെ മകനും ആകാശത്തിലേക്ക് ഉയർന്ന് പൊങ്ങി നിലത്ത് വീണ സമയത്ത് പരിശുദ്ധ അമ്മ എന്നെ താങ്ങിയതായിട്ടും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതിന് കാരണം എൻ്റെ കൈയും കാലോ അല്ലെങ്കിൽ മകൻ്റെ തലയോ നിലത്തി ഒന്നും ഇടിക്കാൻ അനുവദിച്ചില്ല. ആ ചെറിയൊരു പോറൽ മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ. ഇതുപോലെ തന്നെ പല അപകടങ്ങളിൽ നിന്നും മാതാവ് എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് മാതാവിൻ്റെ ശക്തമായ ഈ സംരക്ഷണം മാതാവിനോട് കൂടുതൽ അടുക്കാനും കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഗോശ്രീ പാലത്തിൻ്റെ മുകളിൽ വെച്ച് 2 സൈഡ് കൂടി വണ്ടി പോണ സമയത്ത് അതിൽ ഒരു സൈഡ് ലോറി മാത്രമുണ്ട്, മറ്റേ സൈഡ് ലോറിയില്ല, കണ്ടെയ്നർ ലോറിയില്ല. അത് കാരണം ഞാൻ വല്ലാർപാടം പള്ളിയിലേക്ക് പോകാൻ വേണ്ടി കയറിയ ആ ഒരു സൈഡിൽ മറ്റൊരു ലോറി എന്നെ വന്ന് ഇടിക്കും എന്ന നിലയിലെത്തിയപ്പോൾ ഞാൻ ആ നിമിഷം മാതാവിനെ ഞാൻ വിളിക്കുകയും മാതാവ് ആ സമയത്ത് എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ ആ വന്നുകൊണ്ടിരിക്കുന്ന ആ ലോറിയുടെ സൈഡിൽ കൈ പിടിക്കുക, റൈറ്റ് കൈ പിടിക്കുക, എന്നിട്ട് നീ ബാലൻസ് ചെയ്ത് നീ മുന്നോട്ട് പതുക്കെ നീങ്ങുക. അങ്ങനെ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ലോറി ഡ്രൈവർ അയാൾ പെട്ടെന്ന് ലോറി എടുക്കുകയും ചെയ്ത് ആ നിമിഷം അയാൾ എന്നെ കാണുകയും അയാൾ പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് യാതൊരു അപകടവുമില്ലാതെ ഒരു പോറലും ഏൽക്കാതെ മാതാവ് എന്നെ സുരക്ഷിതമായിട്ട് വല്ലാർപാടം പള്ളിയിൽ എത്തിച്ച് മാതാവിൻ്റെ തിരുനാൾ തുടങ്ങുന്ന ആ മാസം ആണ് ഞാനത് ഫസ്റ്റ് സെപ്റ്റംബർ 1 മുതലാണ് ഞാൻ അവിടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ വേണ്ടി ഞാൻ പോയത്. തൻ്റെ ഭവനത്തിലെ പരിശുദ്ധ അമ്മയുടെ നിരവധിയായ ചിത്രങ്ങൾ ദർശിക്കുന്നവർക്കും മാതൃസ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കുന്നതായി ഇദ്ദേഹം പങ്കുവയ്ക്കുന്നു.
പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാൻ പരിശുദ്ധ അമ്മ തന്നെ നിരന്തരം സഹായിക്കുന്നതായി ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പടം വെച്ചതിലൂടെ വളരെയധികം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വഴിയായിട്ട് ദൈവികാരുണ്യനാഥൻ്റെ മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനും പരിശുദ്ധ അമ്മ വഴിയാണ് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഈ ഭവനത്തിലുള്ളവർക്കും വളരെയധികം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി നൽകിയിട്ടുണ്ട്, എല്ലാ മേഖലകളിലും. അത് തന്നെയല്ല, എൻ്റെ സുഹൃത്തുക്കൾക്കും ഇതുപോലെ തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ വഴിയാണ് അതെനിക്ക് ലഭിച്ചതും. ഞാനും ജോർജുമായിട്ട് വർഷങ്ങളുടെ തന്നെ പരിചയമുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും വിശ്വാസികളാണ്. അപ്പോൾ അവൻ്റെ വചനം പറയാൻ ഒത്തിരി വചനങ്ങൾ അവനറിയാം. ഞാൻ വചനം കേൾക്കാനും എനിക്ക് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബന്ധം വളരെ നല്ലൊരു സുഹൃത്ത് ബന്ധമായിട്ട് വളർന്നു. ഇങ്ങനെ ഒരു ഫോട്ടോ വീട്ടിൽ വെക്കുന്നുണ്ടുള്ള കാര്യം എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് ഇത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചൊന്നുമില്ല. എൻ്റെ വീട്ടിലും ഇതുപോലെ മാതാവിൻ്റെ ഒരുപാട് ഫോട്ടോകളൊക്കെ ഉണ്ട്, അത്ര ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ജോർജിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്കുണ്ടായത് എന്തൊരു ജ്വലനം എന്ന് പറയുന്നത് പോലെ ഒരു അനുഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനൊരു ദേവാലയത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് സത്യത്തിൽ എനിക്ക് അത് കണ്ടപ്പോഴുണ്ടായ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ സാധാരണ കുടുംബ പ്രാർത്ഥനയിൽ മാത്രം ചൊല്ലിയിരുന്ന ജപമാല ദിവസങ്ങളിൽ പല പ്രാവശ്യം ചെല്ലുന്നതിനും അതുപോലെ തന്നെ എത്രയും ദേള മാതാവേ എന്നുള്ള ജപം കൂടുതൽ തീക്ഷ്ണതയോടെ ചെല്ലുന്നതിനുള്ള ഒരു കൃപ എനിക്കുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം. ജോർജിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാതാവിനെക്കുറിച്ചുള്ള ഈ ഭക്തിയിൽ വളർന്നതിൻ്റെ പേരിൽ ഒത്തിരിയേറെ അനുഭവങ്ങളും അത്ഭുതങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അവൻ്റെ ഈ കുടുംബം, അവൻ്റെ വീട് പണിത് തന്നെ ഒരു വലിയൊരു അനുഭവമാണ്. അവൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞതും അത് വലിയൊരു അനുഭവമാണ്. സാമ്പത്തികമായിട്ട് വളരെ മോശം, കയ്യിൽ ഒന്നുമില്ലാത്തിരുന്നൊരവസ്ഥയിൽ പോലും ദൈവം അവനെ വഴി നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ട് കണ്ട് അറിഞ്ഞ് ഉള്ള അനുഭവം തന്നെയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ തൻ്റെ ആത്മീയ മാതാവായിട്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ ജോയി സ്വീകരിക്കുകയും തൻ്റെ ജീവിതത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലും ജീവിതത്തിൻ്റെ വിവിധങ്ങളായ കാലഘട്ടങ്ങളിലും മാതാവിനെ അമ്മയായി തന്നെ കരുതുകയും അമ്മയുടെ കൃപയുടെ കവചം ധരിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ജോയി എന്ന് പറയാം. യേശുക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച മാതാവ് തൻ്റെ പുത്രനെ പോലെ തന്നെ ജോയിയെയും കാത്തുരക്ഷിക്കുന്ന ഒരു അനുഭവമാണ് പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നപ്പോഴും മാതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ വിജയം മാത്രമാണ് കൈമുതലായി ജോയിക്ക് ലഭിച്ചിട്ടുള്ളത്. ഉപരിമഹത്വത്തിന് വേണ്ടി ജോയി നടത്തുന്ന ചില കളക്ഷൻസ്, മാതാവിനെക്കുറിച്ചുള്ള വിവിധങ്ങളായ ചിത്രങ്ങൾ തൻ്റെ ഭവനത്തിൽ ശേഖരിക്കുകയും അതിലൂടെ മാതാവിനെ വണങ്ങുകയും മാതാവിനെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും ആദരണീയമായ ഒരു പ്രവൃത്തിയാണ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ വിനാഴികയിലും അമ്മയോടൊത്ത് ചരിക്കുവാൻ, അമ്മയോടൊത്ത് ജീവിക്കുവാൻ, അമ്മയിലൂടെ യേശുവിനെ കണ്ടെത്തുവാൻ ജോയിക്ക് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ജീവിതങ്ങളെ അമ്മ നയിക്കുന്ന ഉദാഹരണമാണ് ഈ ജീവിതം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ആ അമ്മയുടെ തണലിൽ നമുക്കും അഭയം തേടാം.